നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിനെ നേരിട്ട് വിളിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തൃണമൂൽ കോൺഗ്രസ് നേതാവ് കല്യാൺ ബാനർജി ഉപരാഷ്ട്രപതിയെ അനുകരിച്ച് മിമിക്രി കാണിച്ചിരുന്നു. സുരക്ഷാ വീഴ്ചയും സസ്പെൻഷനും ചോദ്യം ചെയ്ത് പ്രതിപക്ഷ എംപിമാർ പാർലമെന്റ് വളപ്പിൽ നടത്തിയ പ്രതിഷേധത്തിനിടെയായിരുന്നു ഉപരാഷ്ട്രപതിയെ കളിയാക്കിക്കൊണ്ടുള്ള മിമിക്രി കാണിച്ചത്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഉപരാഷ്ട്രപതിയെ വിളിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വിളിച്ച സംഭവത്തെ അപലപിച്ചതായി ഉപരാഷ്ട്രപതി എക്സിലൂടെ അറിയിച്ചു. കഴിഞ്ഞ 20 വർഷ കാലയളവിൽ ഇതേ അവഹേളനങ്ങളുടെ ഇരയാണ് താനെന്ന് പ്രധാനമന്ത്രി പറഞ്ഞുവെന്നും ഉപരാഷ്ട്രപതി വ്യക്തമാക്കി. എന്നാൽ പാർലമെന്റിൽ വച്ച് ഉപരാഷ്ട്രപതിയെ പോലെ ഒരു വ്യക്തിക്ക് ഇത് നേരിടേണ്ടി വന്നത് നിർഭാഗ്യകരമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇത്തരം സംഭവങ്ങൾ തന്റെ കടമ നിർവഹിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കില്ല എന്നും രാജ്യത്തിന്റെ ഭരണഘടനാ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ നിന്നും ചിലരുടെ കോമാളത്തരങ്ങളും തന്നെ തടയില്ല എന്നും ഉപരാഷ്ട്രപതിയും നിലപാട് വ്യക്തമാക്കി. ഭരണഘടനാ മൂല്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ താൻ പ്രതിജ്ഞാബദ്ധനാണെന്നും മറുപടിയായി പ്രധാനമന്ത്രിയോട് പറഞ്ഞതായി ഉപരാഷ്ട്രപതി എക്സിലൂടെ അറിയിച്ചു. ഉപരാഷ്ട്രപതിയെ അനുകരിച്ച് തൃണമൂൽ കോൺഗ്രസ് നേതാവ് കല്യാൺ ബാനർജിയാണ് ഇത്തരത്തിലൊരു മിമിക്രിയൊക്കെ കാണിച്ചത്. പ്രതിപക്ഷാംഗങ്ങൾ ചിരിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ഇതെല്ലാം രാഹുൽ ഗാന്ധി മൊബൈലിൽ ചിത്രീകരിക്കുകയും ചെയ്തു. ഇതിനെ രൂക്ഷമായി തന്നെ ഉപരാഷ്ട്രപതി വിമർശിച്ചിരുന്നു. പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ആഭ്യന്തരമന്ത്രി പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി ബഹളം വെച്ചിരുന്നു. ഇതോടെ രാജ്യസഭ ഇന്നലെ 5 തവണ നിർത്തിവെച്ചിരുന്നു. അതിനിടെ ഈ പാർലമെന്റ് ചേർന്ന ചുരുങ്ങിയ സമയത്താണ് പാർലമെന്റ് വളപ്പിൽ തന്നെ അവഹേളിച്ചതിനെതിരെ ഉപരാഷ്ട്രപതി പ്രതികരണവുമായി രംഗത്ത് വന്നത്. താനിതെല്ലാം TV-യിൽ കണ്ടു എന്നായിരുന്നു ഉപരാഷ്ട്രപതിയുടെ പ്രതികരണം. തന്റെ കാർഷിക പശ്ചാത്തലവും ജാതിയെല്ലാം പറഞ്ഞ് മുതിർന്ന നേതാക്കൾ അവഹേളിച്ചു. രാഹുൽ ഗാന്ധിയുടെ പേര് പറയാതെയായിരുന്നു ഉപരാഷ്ട്രപതിയുടെ പ്രതികരണം. രാജ്യസഭാ അധ്യക്ഷന്റെയും ലോക്സഭാ സ്പീക്കറുടെയും പദവികൾ മറ്റു പദവികളെ പോലല്ല. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ടാകാം, വാദപ്രതിവാദങ്ങൾ നടക്കാം. എന്നാൽ മിമിക്രി കാണിച്ചതും അത് വീഡിയോയിൽ ചിത്രീകരിച്ചതും നാണക്കേടും അസ്വീകാര്യവുമാണെന്നും ഉപരാഷ്ട്രപതി വിമർശിക്കുകയുണ്ടായി. അതേസമയം സസ്പെൻഷനിലായ എംപിമാർ സസ്പെൻഷൻ കാലയളവിൽ പാർലമെന്റ് ചേംബറിലോ ലോബിയിലോ ഗാലറികളിലോ പ്രവേശിക്കരുതെന്ന് സർക്കുലർ പുറപ്പെടുവിച്ച് ലോക്സഭാ സെക്രട്ടേറിയറ്റ്. ഇക്കഴിഞ്ഞ 3 ദിവസങ്ങളായി ലോക്സഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നുമായി 141 എംപിമാരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സസ്പെൻഷനിലായ എംപിമാർക്ക് അവർ അംഗങ്ങളായ പാർലമെന്ററി സമിതികളുടെ യോഗങ്ങളിലും പങ്കെടുക്കാനാകില്ല എന്നും സർക്കുലറിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സസ്പെൻഷൻ കാലയളവിൽ എംപിമാർ കൊണ്ടുവരുന്ന നോട്ടീസുകളും അംഗീകരിക്കില്ല എന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.